ഹായ് ഫ്രണ്ട്സ്, എനിബടിക്കാണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ജമ്മുവിലാണുള്ളത്. അപ്പോൾ ജമ്മുവിൽ ഞങ്ങൾ ഇന്നലെ നമ്മൾ എടുത്ത റൂമിലാട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് രാവിലെ തന്നെ വേഗം ഇറങ്ങുവാണ്. കാരണം നമുക്കിന്ന് ശ്രീനഗർ പിടിക്കണം. ശ്രീനഗർ പിടിച്ചിട്ട് ബാക്കി കാഴ്ചകൾ അവിടെ നിന്നാണ്. തിരക്ക് കൂടുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോകണം. അപ്പോൾ ശ്രീനഗറാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ശ്രീനഗർ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും, പുതിയ വീഡിയോസ്. അതുമല്ല നമ്മുടെ ഈ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് തർപ്പേൽ നഴ്സറി ആൻഡ് ഗാർഡൻ. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ചെടികളും എല്ലാം അവിടെ നിന്ന് മേടിക്കാം. ഇപ്പോൾ ഓഫ്ലൈനായിട്ടാണ് മേടിക്കുന്നതെങ്കിൽ അവിടെ ചെന്ന എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ട്. ഫ്രൂട്ട്സ് ആയാലും ഔട്ട്ഡോർ ഇൻഡോർ എല്ലാവിധ സാധനമുണ്ട്. പറയാണ്ട് തന്നെ സഹായിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അവർക്ക് താല്പര്യമില്ല, അവർക്ക് താല്പര്യമില്ല നമ്മൾ അവരുടെ പേര് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവരുടെ പേര് പറയാത്ത അവരെ ഞങ്ങൾ ഇതിനകത്ത് ഓർക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, മെസ്സേജ് അയക്കുന്ന, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊക്കെ കഴിഞ്ഞ യാത്ര തൊട്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഞങ്ങൾ ആരും മറന്നിട്ടൊന്നുമില്ല, അത് ആരും അങ്ങനെ വിചാരിക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ജമ്മു, അതായത് ശ്രീനഗർ കന്യാകുമാരി നാഷണൽ ഹൈവേ കേട്ടോ. അവിടെ റോഡ് പണി കറക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലാണ് നമ്മൾ വണ്ടി വെച്ചേക്കുന്നത്. വണ്ടിയുടെ കോലം നോക്കി, ഗ്ലാസിൻ്റെ ഒക്കെ ഒരു എൻ്റെ അമ്മേ ഭാരി പൊടിയില്ലേ. കുറേയൊക്കെ നമ്മൾ വെള്ളമുണ്ട് നമ്മുടെ കയ്യിൽ. ഇവിടെ നിന്ന് തുടച്ചിട്ടും കാര്യമില്ല, ഭയങ്കര പൊടിയാണ് വരുന്നത്. കയറിക്കോ. എന്തായാലും നമുക്ക് നോക്കാം, ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്ലാസ് എങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടെ. ആൻസി, ഗ്ലാസ് എങ്കിലും നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിട്ടോ, നമ്മൾ വണ്ടിയിലെത്തി, വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത്. അത് പിന്നെ പറന്നു പോകുന്ന പൊടിയായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതിങ്ങനെ ഈ പണികൾ നടക്കുന്നതുകൊണ്ടുള്ള ഒരു പൊടിയാട്ടോ. പിന്നെ എന്താ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഇവിടെ ഇത്രയും ദിവസം വന്നാ തണുപ്പില്ലേ, അത് ഫീൽ ചെയ്തു ഇന്നലെയൊക്കെ? എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഞാൻ ഇന്നലെയൊക്കെ നമ്മൾ കുളി കഴിഞ്ഞപ്പോ നമ്മൾ വിറയ്ക്കുമായിരുന്നു. ആണോ? പക്ഷെ ഇന്ന് അതില്ല. ഇന്നലെ പഞ്ചാബിലൊക്കെ നല്ല തണുപ്പായിരുന്നു. നമ്മുടെ വട്ടാളക്കാരുടെ ഒക്കെ വണ്ടികൾ വിൽക്കാൻ വെച്ചിരുന്നു. അത് ഓരോ ദിവസം കഴിയുന്തോറേ നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ദിവസം ഈ മാർച്ചിലെ ഓരോ ദിവസം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുവല്ലേ, അതാണ് ഇവിടെ തണുപ്പില്ലാത്ത. 28-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തണുപ്പൊക്കെ കുറയും. ഹോളി കഴിഞ്ഞ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലുമ്പോ നോക്കാം. ഇതുണ്ടോ, നമ്മള് ലേ കേറുന്നുണ്ടെങ്കിലേ ലേ കൂടെയുള്ള വഴി ഇങ്ങനെയായിരിക്കും അറിയിക്കാൻ വേണ്ടി നമ്മളെ ഗൂഗിൾ അമ്മച്ചി നേരത്തെ ഒന്ന് ഇറക്കിയത് കേട്ടോ. അത്രയും നല്ല വഴി നമ്മൾ എന്തിനാണ് ഇതിലെ വിട്ട്? വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ട് അല്ലേ? അത് പക്ഷെ വലിയ വലിയ വണ്ടികളാണ്, നമ്മള് ഇച്ചിരി കുഞ്ഞു വണ്ടി ആയതുകൊണ്ട് പുള്ളി അവിടെ നിർത്തി തന്നു, സ്നേഹസമ്പന്നനായ ചേട്ടൻ. ഫോൺ അടിച്ചു കൊടുത്തേക്കാം, നല്ല ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. കാരണം ഇനി നമുക്ക് അങ്ങോട്ട് കുക്കിംഗ് ഒന്നും, നമ്മുടെ ചോറൊന്നും കഴിക്കാൻ കിട്ടൂല, ഉണ്ടാക്കാനും പറ്റില്ല, ചോല ഭട്ടൂര. ഇവിടെ ഈ ചോല ഭട്ടൂര് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചായ പോലും ഇല്ലെന്നുള്ളതാണ് വേറെ സത്യം അല്ലേ. സാധനം എങ്ങനെയുണ്ട്? മറ്റെന്താ മോരുകറിയാണോ നോക്കുക? ചൂടാ? അടുപ്പിന്നല്ല, പാത്രത്തിന്ന്. അതെന്താ സാധനം? മോരുകറിയാണോ? നമ്മുടെ മോരുകറി? ഇവരുടെ മോരുകറി. എന്തായാലും നമുക്കിനി കഴിക്കാട്ടോ. അതിൻ്റെ വെള്ളരിയാ? അത് കൊള്ളാലോ. ഇത്രയും യാത്ര നമ്മൾ വന്നിട്ട് ആദ്യമായിട്ടാണല്ലോ ഒരു വെള്ളരിയിട്ട മോരുകറി കിട്ടുന്നത് അല്ലേ? എന്ത്? ഉലുവേൻ്റെ. വേറൊരു കോമഡി എന്താ അറിയോ, ഈ പാത്രത്തിൻ്റെ അത്രയുണ്ട് ഈ ചോല ഭട്ടൂര എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അത്ര സൈസ് സാധനമാണ് ഇത്. 2 ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയുമല്ലോ ദൈവം. ബാക്കി പാഴ്സലാക്കേണ്ടി വരുമോ? സൂപ്പർ സാധനം അല്ലേ? ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ശരിയാ. പക്ഷെ നെയ്യിന് നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴയ്ക്കുമ്പോൾ വല്ല നെയ്യ് ചേർക്കുന്നത്. ചിലപ്പോൾ കറിയുന്നതായിരിക്കും. എന്തായാലും കഴിച്ചിട്ട് കാണാം. ഞങ്ങളുടെ അടുത്തത് വന്നു. വലിപ്പം നോക്ക്. എൻ്റെ പൊല്ലേ, ഇത് മൊത്തം കഴിച്ചത് നമ്മുടെ ഒരു വഴിയാവുമല്ലോ ആൽസി.
ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. കഴിച്ചിട്ട് തീരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോരിയറിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് നാട്ടിൽ നിന്ന് കുറേ നാൾ കൂടി കഴിക്കുമ്പോഴത്തെ ഒരു മോരിയറിന്റെ ഒരു ഫീൽ കിട്ടിയപ്പോഴേ അത് നല്ല കൊഴുത്ത കറി, നല്ല അതല്ല. എന്തായാലും എന്താ അറിയോ, ഞാൻ ജീരകം എന്നല്ല പറഞ്ഞത്, ജീരകത്തിന്റെ ടേസ്റ്റ് അല്ല അത്, പച്ച കടുക് അരച്ചിരിക്കുന്നതിന്റെ ടേസ്റ്റ് ആണത്. നമ്മുടെ ഈ പച്ചടി കിച്ചടിയൊക്കെ വെക്കില്ലേ, ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. എന്റെ അമ്മ ആ രണ്ടെണ്ണം കഴിച്ചു. പകുതി അവിടെ വെച്ചേക്കുവാ. പകുതിയല്ല, ഒരു കാഭാഗം പറ്റുന്നില്ല തിന്നാൻ. അമ്മാതിരി വലിപ്പാണ് കേട്ടോ. പട്ടാളക്കാരുടെ വണ്ടി വരിയായിട്ട് പോകുന്നുണ്ട്. എന്തോരം വണ്ടികളാ അതില്. ലേഡീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ കൂടുതലും ഈ ഈ തലയിൽ കെട്ടിയ ആൾക്കാരാണല്ലോ പഞ്ചാബികളായിരിക്കില്ല, സിഖ് മതക്കാരായിരിക്കും ഇവിടെ ഉള്ളത്. ആ ചേട്ടൻ അതിനാണ് ഹോൺ അടിച്ച് കേറിയേ. ഇല്ലാത്ത ഗ്യാപ്പിൽ കൂടി ചേട്ടൻ കേറിയിട്ട് ഓൾ ദി ബെസ്റ്റ്. പക്ഷെ അങ്ങനെ നമുക്കത് കേൾക്കുമ്പോണ്ടല്ലോ സന്തോഷം മാത്രല്ല, വല്ലാത്തൊരു ഫീലാണ്. എല്ലാരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരിത്. പക്ഷെ ഇവിടെ കൊറേ നാനോ ഉണ്ടല്ലേ? ഇവിടെ ഇഷ്ടംപോലെ അങ്ങോട്ടൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോ നാനോ ഇല്ലാത്ത അത് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ഞാൻ 2-3 കണ്ടു. 2-3 കൊറേ കണ്ടു അല്ലേ? ഇനി മേളിലേക്കായിരിക്കും ചിലപ്പോ ഒന്നും ഇല്ലാത്തത്, നാനോ ഒന്നും ഇല്ലാത്ത. പോയി നോക്കാം. അങ്ങനെ നമ്മുടെ കൂട്ടുകാരെ കിട്ടിട്ടോ, കർണാടകക്കാരല്ലേ, നമ്മുടെ അയൽവാസികളെ കിട്ടി. ഒരു മലയാളിനെ പോലും കണ്ടില്ലല്ലോ പറഞ്ഞിങ്ങനെ ഹോണൊക്കെ അടിച്ച് ഹായ് ഒക്കെ പറഞ്ഞു പോവാട്ടോ. എന്തായാലും ഇവിടെ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലെ? ഇനി മേളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും അറിയുള്ളൂ അല്ലെ എന്താന്ന്. ചെറിയ ബ്ലോക്കാന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മൾ നേരത്തെ വന്ന ടൗണും കാര്യങ്ങളൊക്കെ താഴെ അകലെ കാണാൻ സാധ്യതയില്ല. എന്നാലും അങ്ങ് അകലെ മഞ്ഞുമലകൾ ഉണ്ട് കേട്ടോ. മഞ്ഞുണ്ട്, അതൊരു സന്തോഷം അല്ലേ? എന്താ അറിയോ, മഞ്ഞുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ചേട്ടാ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ഇവിടെ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര സ്പീഡാ. കാരണം ഈ മുന്നിൽ പോയാൽ മാത്രമേ ഈ മേളിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാ വിചാരം. നിർത്താലോ ടെൻഷനാണ് ചേട്ടന്മാർ. അതെന്താ റോഡ് സൈഡിൽ നിർത്തിയിട്ടേക്കുന്ന വണ്ടിയാ. ഇപ്പുറത്തേക്ക് എടുക്കാന്ന് ചോദിക്കുമ്പോ ഇപ്പുറത്ത് വേറെ വണ്ടി പോണടിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ആ ചേട്ടനങ്ങ് പൊക്കോട്ടേന്ന്. ആ ചേട്ടനല്ലേ ഒന്നുമില്ലേ ചവിട്ടി തരുന്നത്? സാമാന്യ മര്യാദ. നമ്മള് ഒരു ഫോൺ അടിക്കാൻ ചവിട്ടി കൊടുക്കുക, വേറെ വഴിയില്ല. നമ്മുടെ നാടല്ലല്ലോ. ഗ്ലാസ് തുറക്കുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടേ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ഈ പുള്ളി എഴുന്നേറ്റ് നിന്ന് നോക്കുമായിരുന്നു, ആരെങ്കിലും ഗ്ലാസ് ഒന്ന് തുറന്നിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ. ഹലോ 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 ഹായ്. എനിക്കെങ്കും വയ്യ. അതിന്റെ വീളിലൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത് തുരങ്കം, ചെറിയൊരു തുരങ്കാലേ. അങ്ങനെ ആക്കി എടുത്തേക്കുന്നതാണ്. പാറ കുത്തി തുരന്ന് ഇങ്ങനെ ആക്കണമെങ്കിൽ ഒരു അല്ലെങ്കിൽ പിന്നെ കയറ്റം കൂടും, ചുരം കറങ്ങി തിരിഞ്ഞ് കയറി വരണ്ടേ. കൊറേ പിന്നെയും കിടന്ന് വട്ടം ചുറ്റേണ്ടി വരും, കൊറേ കറങ്ങണം. ഇതാകുമ്പോ എന്താ വെച്ചാ പാറക്ക് ചെറിയൊരു ഓട്ട ഉണ്ടെങ്കിൽ അപ്പുറത്ത് എത്തി നമ്മള്. നമ്മള് ചുരം കഴിഞ്ഞു. ചൊരോ അല്ല തുരങ്കം. വേറെ കാര്യം അറിയാം, നമ്മളങ്ങനെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുക നമ്മള്. നമ്മുടെ ഗുളിയൊക്കെ എടുത്ത് അടുത്ത് വെച്ചോ, നമ്മുടെ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ശ്വാസമുട്ടിന്റെ വിഷയമൊക്കെ ചിലർക്ക് ലേ കഴിയുമ്പോഴൊക്കെ വരുന്നതല്ലേ. ലേ കഴിയുമ്പോഴൊന്നും അല്ല, അല്ലാണ്ട് വരും. ഹൈറ്റ് കൂടുന്ന അനുസരിച്ചേ വരും ചിലപ്പോ. ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴി മുഴുവൻ ഇങ്ങനെ ലോറിക്കാർ ഇങ്ങനെ നിർത്തിയിട്ടേക്ക് കേട്ടോ. ഒരു ഏകദേശം ഒരു കിലോമീറ്ററിന്റെ മേളിലെങ്കിലും മാത്രം രണ്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവരെ ചെക്കിങ് ആണ് ഇവിടെ കേട്ടോ. ലോറിക്കാർ എന്താണ് അവിടെ കിടക്കുന്നേ ചോദിച്ചാണ് ഞങ്ങൾ വന്നത്. പോലീസുകാരുടെ വർത്താനം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ സത്യം അടി കൊടുക്കണം, ദേഷ്യം തോന്നിട്ട്. അവരോട് പട്ടാളക്കാര് പക്ഷെ നമ്മളോട് നല്ല സ്നേഹത്തിലും നമ്മളങ്ങനെ മാറ്റി നിർത്തൂല. ഇത് ചുമ്മാ മേളിൽ എന്തോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് മാത്രമാണ് ഈ വണ്ടികളെ കയറ്റിവിടുള്ളൂ. നമ്മള് ശ്രീനഗർ എത്തുന്നത്, നമ്മളിന്ന് ശ്രീനഗർ എത്താൻ സാധ്യത എത്തും. പക്ഷെ ഒരാള് നമ്മുടെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. ഒരു പോലീസുകാരൻ നല്ല പോലീസുകാരൻ, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. പുള്ളി കയ്യിലെടുത്തേക്കും പറ്റില്ല, പക്ഷെ പേടിക്കാൻ നമ്മുടെ വേഗിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, നമുക്കിവിടെ കിടക്കാം. അതെ.
എന്തായാലും ഉച്ചവരെ കിടക്കാം. സമയം എന്തായി? സമയം 11:30. എന്റെ ദൈവമേ, സീനായി. അങ്ങനെ ഞങ്ങൾ ഈ ചുരം താഴോട്ട് പിന്നെയും ഇറങ്ങാൻ കേട്ടോ. കാരണം ഇനി അടുത്ത താഴെ ഏതൊരു ടൗൺ ഉണ്ട്, ആ ടൗണിൽ പോയി നിൽക്കണം. കാരണം ആ പുള്ളി വന്നിട്ട് ഞങ്ങളോട് പോലീസുകാരെ ഞങ്ങളോട് തോന്നി വെച്ചാൽ നിങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് എന്താണ് കാര്യമുള്ളത്, കുറേ നേരത്തേക്ക് ഈ ബ്ലോക്ക് ഉണ്ടാവും, പിന്നെ ഇനി ഇവിടെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ പിന്നെ എന്ത് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വണ്ടിയും അവിടെ നിർത്തിയിരുന്ന എല്ലാ വണ്ടിക്കാരെയും ഓടിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾ താഴെ പോയി, താഴെ വല്ല ടൗണും ഉണ്ടെങ്കിൽ അവിടെ വല്ല നിർത്താന്ന് വിചാരിച്ചു കേട്ടോ. ഈ ലോറിക്കാരൊക്കെ പോകുന്നതാണ് മനസ്സിലാവണമായിരിക്കും, എന്താ ചെയ്യാലേ. അങ്ങനെ നമ്മൾ പെട്ടു കേട്ടോ. കാരണം ഇവിടുത്തെ പത്രത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ദിവസത്തേക്കാണ് ഇവിടുത്തെ ബ്ലോക്ക് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് ഈ വണ്ടിക്കാർക്കൊന്നും അറിയത്തില്ല. കാരണം അവരെന്തോ ഒന്ന് പറഞ്ഞു, ചേട്ടനോട് ചോദിച്ചു നോക്കാം. കാരണം എന്താന്ന് പറഞ്ഞിട്ട് അത് റോഡ് പണീന്റെ ആന്ന് പറയുന്നത്, പത്രത്തിൽ ഉണ്ട്. റോഡ് പണീന്റെ ആന്ന് പറഞ്ഞാണ് 2 ദിവസം ബ്ലോക്ക് ആക്കിയത്. പക്ഷെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടെന്നും പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ലോറിക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അവര് പറയുന്നത് നമ്മളെപ്പോലുള്ള വണ്ടിക്കാരെ കടത്തി വിടുന്നുണ്ടെന്നാണ് ഇവിടെ ലോറിക്കാരൻ പറഞ്ഞത്. പക്ഷെ അറിയില്ല, പഞ്ചാബ് വണ്ടിയും ജമ്മു കാശ്മീർ വണ്ടിയൊക്കെ ചിലത് 1-2 വണ്ടികളെ വിടുന്നുണ്ട്, അല്ലാത്ത വണ്ടികളെ കയറ്റി വിടുന്നില്ല. അതാണ് വിഷയം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു തമിഴ്നാട്ടുകാരനെ കിട്ടിട്ടോ. പുള്ളിനോട് ഞങ്ങളെല്ലാം ചോദിച്ചു. കാർത്തിക്. आपका नाम क्या है? बहीम. पुल्ली वो जम्मू कश्मीर, अनंतनाग. പുള്ളി ഇവിടുത്തുകാരനാ കേട്ടോ. ഇവരൊക്കെ ഞങ്ങളോട് വന്ന് സംസാരിച്ചിട്ടോ. ലാസ്റ്റ് ഞങ്ങളോട് മനസ്സിലായോ, ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറയണല്ലോ, ഇവരെന്തൊക്കെയോ ഞങ്ങളോട് ചോദിച്ചു പറയണല്ലോ. പക്ഷെ സീൻ എന്താ അറിയോ, യൂട്ടേൺ കിട്ടണമെങ്കിൽ ഇനി അവന്മാർ ആ പോലീസുകാരുടെ വായി പോയിടണം, എങ്കിലേ യൂട്ടേൺ കിട്ടും. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും യൂട്ടേൺ എടുക്കണം. കുറച്ചങ്ങ് പോയ യൂട്ടേൺ ഉണ്ട്. നോക്കി പോവാം. നമ്മള് താഴേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. കാരണം മേളിലേക്ക് പോവാൻ വിടില്ല. പക്ഷെ വേറെ കാര്യമില്ല, നമ്മൾ ഒരു ടോൾ അടച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ. തിരിച്ചു പോകുമ്പോ ആ ടോൾ പിന്നെ അടക്കേണ്ടി വരും. പിന്നെ കയറി വരുമ്പോ പിന്നെ അതിന്റെ പകുതി പൈസ അടച്ചാൽ മതി, മൊത്തം അടപ്പിക്കില്ല. പക്ഷെ വേറെ കാര്യം ശ്രദ്ധിച്ചോ, പാസഞ്ചർ വണ്ടികള് മറ്റേ ജമ്മു കാശ്മീർ, ഡൽഹി അങ്ങനത്തെ വണ്ടികളൊക്കെ വിടുന്നുണ്ട്. നമ്മളെ മാത്രല്ല, ടൂറിസ്റ്റുകാരാന്ന് മനസ്സിലായ പിന്നെ വിടൂല. ഭയങ്കര. പക്ഷെ നമ്മുടെ കർണാടകക്കാരെ ഒന്നും കണ്ടില്ലല്ലോ. മുമ്പിൽ പോയവര് അവരൊക്കെ പോയി കേട്ടോ. നമ്മുടെ KL വണ്ടി കണ്ടോണ്ടാന്ന് തോന്നുന്നു, എന്താന്നറിയില്ല. അങ്ങനെ ഞങ്ങള് ഇവിടെ ഒരു റൂം എടുത്തു കേട്ടോ. കാരണം വേറൊന്നുമല്ല, കാരണം നമുക്കൊരു 50-60 കിലോമീറ്റർ ഞങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ബ്ലോക്ക് വന്നേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ അല്ലേ, കാരണം നമ്മൾ തിരിച്ചു പോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കിലോമീറ്റർ നല്ല വരും. അതുമല്ല നാളെ ബ്ലോക്ക് 12 മണി വരെയാണ് ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ആ ബ്ലോക്ക് തീരുന്ന സമയത്ത് തന്നെ കയറണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കണ്ടമാനം ലോറികൾ കിടപ്പുണ്ടേ. അപ്പോൾ ആ ലോറികൾ കയറുന്നതിന് മുമ്പ് നമുക്ക് കയറണം, അല്ലെങ്കിൽ എന്താ പണി കിട്ടാന്നറിയാം. പിന്നെ നമുക്ക് അതിനേക്കാൾ ഇപ്പോൾ കിടക്കുന്നതിനേക്കാൾ വലുതായിട്ട് നമ്മൾ റോട്ടിൽ കിടക്കേണ്ടി വരും. ഇത് കണ്ടോ, ഇതൊക്കെ CRPFന്റെ ബസ്സാണ് പോകുന്നത് കേട്ടോ. അതായത് 2 ദിവസത്തെ ബ്ലോക്കാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇത് കണ്ട 2 ബസ് മത്സരോട്ടം. നമ്മുടെ നാട്ടിൽ അല്ല, നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസം അല്ല അതെന്ന് മനസ്സിലായില്ലേ. എല്ലായിടത്തും ഒന്നെങ്കിൽ തിരിച്ചു വരുന്നതായിരിക്കാം. എന്തായാലും അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ വിടുന്നില്ല. പക്ഷേ ടൂറിസ്റ്റിനെയാണ് വിടാത്തത്, അല്ലാണ്ട് ലോക്കൽസ് ചെല്ലുവാണെങ്കിൽ അവരെയൊക്കെ വിടുന്നുണ്ട് കേട്ടോ. പഞ്ചാബ്, ഡൽഹി ഇങ്ങനെ ഇവിടുന്ന് വന്നവരൊക്കെ വിടുന്നുണ്ട്. ഇതൊക്കെ CRPFന്റെ ബസ് കുറേ പോകുന്നുണ്ടല്ലോ അല്ലേ, എന്താണാവോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കൽ ഇവിടെ നിർത്തും കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഇന്ന് ഇപ്പോൾ ഇവിടുന്നുള്ള തുടർച്ചയായിട്ട് നമ്മൾ നാളെ വീഡിയോ എടുക്കും. അതായിരിക്കും നല്ലത് അല്ലേ. വെറുതെ നമ്മൾ വൈൻഡപ്പ് പക്ഷെ കണ്ണിന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണിലേക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോ നിറയുന്നതായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പൊ എന്തായാലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. തണുപ്പ് അങ്ങനെ ചിലപ്പോ രാത്രി നല്ല തണുപ്പ്. എന്തായാലും നമുക്ക് നാളെ കാണാം. അങ്ങനെ ഞങ്ങള് താമസിച്ച ഹോട്ടലിനടുത്ത് തന്നെ വന്നിട്ട് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. എന്താ മേടിച്ചെന്ന് വെച്ചാൽ ലെമൺ റൈസ് മേടിച്ചു കേട്ടോ. പിന്നെ ആലു പൊറോട്ട കഴിച്ച്
ഇത് ഇവിടുത്തെ ഒരു സ്റ്റാഫ് കേട്ടോ, പുള്ളി നമ്മളെ നമ്മുടെ ചാനൽ എടുത്തോണ്ട് നോക്കിക്കൊണ്ട് നടക്കുവാണ് പുള്ളി. അപ്പോൾ പുള്ളിക്ക് അത്ഭുതം. കാരണം എന്താ പറയുക, ഇനി അങ്ങോട്ട് നമുക്ക് എവിടെയും ഹോട്ടലിൽ കിട്ടാമെന്നൊന്നും പറയാൻ പറ്റില്ല. ബ്ലോക്ക് നമുക്ക് കഴിഞ്ഞു ചോറൊന്നും കാണാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. അപ്പം കുറേ ദിവസം കൂടിയിട്ടല്ലേ ചോറ് കഴിക്കുന്നത്, കുറേ ദിവസം കൂടിയിട്ടാണ് ഞങ്ങൾ ചോറ് കഴിക്കുന്നത്. ലെമൺ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പണ്ട് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന വെച്ചാൽ ചേട്ടായിൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, ആ ആൻറ്റി എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുള്ള കേട്ടോ. ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാട്ടോ റൈസ്, ലെമൺ റൈസും അച്ചാറും. പുള്ളി വന്ന് സംസാരിച്ച പുള്ളിക്കൊരു ചാനലുണ്ട്, അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചോറിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ, ഇതിൽ അണ്ടിപ്പരിപ്പ്, എന്താ കടല, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്താ ഇവിടെ ഇതിനൊക്കെ വിലക്കുറവാണോ കേട്ടെ, ഇവിടെ ഇതിനൊക്കെ വിലക്കുറവാണോ എന്ന് ചുമ്മാ ചോറിലൊക്കെ ഇട്ട് വേദന. നമ്മൾ ബിരിയാണിയിലും ഇടുമല്ലോ അല്ലേ, അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ പറയാ, എന്തെങ്കിലും പ്രശ്നം എന്ന് പറയാം, നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഹോട്ടലിൽ കയറി കഴിക്കാൻ പാടുള്ളൂ. കാരണം എവിടെയെങ്കിലും വെച്ച് പണി കിട്ടി തീർന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നീറ്റ് ഹോട്ടലും. പിന്നെ മെയിൻ എന്താ പറയുക, ഇവിടെ നമ്മുടെ എന്താ പറയുക, ഇതിനെന്താ പറയുക, മെനു ബുക്ക് ഉള്ളടത്ത് നോക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ റേറ്റ് എന്താണ്. അവർ പറ്റിക്കില്ല. മെനു ബുക്ക് ഇല്ലാത്തോട് പോയി കഴിച്ചാൽ ഒരു ചോറിന് അവർ വേണമെങ്കിൽ 10,000 രൂപ വേണമെങ്കിൽ നമ്മളത് മേടിക്കും. അവർക്ക് അങ്ങനത്തെ കൊടുക്കാണ്ടിരിക്കാൻ രക്ഷയില്ല. അവർ പിന്നെ നമ്മളതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചാൽ അവർ കുറേ മുട്ടിന്യായങ്ങളൊക്കെ പറഞ്ഞ് ആ റേറ്റിൽ അവർ എത്തിക്കും കേട്ടോ. അതാണ് അവരുടെ മെയിൻ. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങൾ മേടിച്ചതൊരു ആലു പൊറോട്ടയാണ് കേട്ടോ, കിഴങ്ങ് ഉള്ളിൽ തിരിയത് അല്ലേ. എങ്ങനെയുണ്ട്? നമ്മളിപ്പം കുറേ സ്ഥലത്ത് നിന്ന് ആലു കഴിച്ചു. അല്ല, എല്ലാ സ്ഥലത്തൊന്നും കഴിക്കുന്നത്, എല്ലാ സ്ഥലത്തും പല പല ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റ്. ഇതിനെങ്ങനെയുണ്ട്? ഇതിന് മേളിൽ ഇങ്ങനെ മറ്റെന്താ എന്താ പറയുക, വെള്ള എള്ളൊക്കെ ഇട്ടിട്ടുള്ള സെറ്റപ്പ് സാധനം കേട്ടോ. പിന്നെ അതിൻ്റെ മേളിൽ വേറെ എന്തോ ഒരു സാധനം കൂടി ഇവർ വെതറിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, ഇവരുടെ തന്നെ എന്തെങ്കിലും ആയിരിക്കും. എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങൾ അവിടെ ചായ ഒക്കെ കുടിച്ചും കൂടെ ഇറങ്ങിട്ടോ. ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളി ആലു പൊറോട്ട ഇഷ്ടപ്പെട്ടോ? ആലു പൊറോട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ആൻസിന്റെ കൂടി ഞാനാണ് തിന്നത്. എനിക്ക് ആലു പൊറോട്ട കുറച്ച് എരിവുള്ള, അതാണ് എനിക്ക് ഇഷ്ടം. ഇതില് മസാല ഇല്ല, കിഴങ്ങ് വെറുതെ പുഴുങ്ങി ഉള്ളിൽ വെച്ചിട്ട് സവാളയും കൂടി മിക്സ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. പക്ഷെ അതെനിക്ക് ഇഷ്ടമായിട്ടോ. പക്ഷെ ഈ ആലു പൊറോട്ട എങ്ങനെ കഴിക്കട്ടെ? നമ്മൾ അന്ന് ഒരു ദിവസം വീട്ടിലുണ്ടാക്കി നമ്മൾ എങ്ങനെ കഴിച്ചേ? നമ്മളെന്തോ കൂട്ടി വേറെ കറിയൊക്കെ കൂട്ടി കഴിച്ചു. അല്ല, സോസ് കൂട്ടിട്ട്. ശരിക്കും അത് നല്ല കട്ട തൈര് കൂട്ടി വേണം കഴിക്കാൻ. തൈര് കൂട്ടി കഴിക്കുമ്പോ നല്ലൊരു എടുത്തിട്ടാ ഇങ്ങനെ ഇളകണ സൈസ് തൈരാട്ടോ. എല്ലാ സ്ഥലത്തും അങ്ങനെ ആടും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വിരളമായ സ്ഥലമാണ് കേട്ടോ. കാരണം റോഡ് ഓപ്പൺ ആണോ എന്താ ഒന്നും അറിയത്തില്ല. 12 മണിക്കേ തുറക്കുള്ളൂ, പക്ഷെ 11:45 ആയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ടോ. ലോറിക്കാരുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. പോയി നോക്കാം എന്തായാലും അല്ലേ. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴും ഞങ്ങൾ കണ്ട സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ. എന്താണ് അവസ്ഥ എന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അറിയുള്ളൂ. തിരിച്ചു വിടുവോ ഇല്ലയോ ഒന്നും അറിയില്ല കേട്ടോ. പറയാൻ പറ്റില്ല, പണി പാളുന്നുണ്ടോ എന്നൊരു സംശയമല്ലേ. പിന്നെ ഇനി എന്ത് ചെയ്യൂലേ, നോക്കാം, അങ്ങോട്ട് എത്തുമ്പോ നോക്കാം കേട്ടോ. അതിനിടയ്ക്ക് കൂടി തിരക്കുകാർ വരുന്നുണ്ട്. ഈ ലോറി കിടക്കും. അത് ഇവിടുത്തെ നാട്ടുകാരാണ്, അതാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്തായാലും ഞങ്ങളെ വിടുന്നുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ. കാരണം നമ്മൾ ഈ ലോറി കിടക്കുമ്പോൾ വല്ലാണ്ട് നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റില്ലേ. നമ്മുടെ സൈഡ് വീലറൊക്കെ പോയാൽ നമ്മൾ തന്നെ മേടിക്കണ്ടേ. ഒരു കാറുകാർ വരുന്നുണ്ട്, അവരെ വിട്ടു കൊടുത്തേക്കാം. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഒന്നും കൂടി വന്നു കേട്ടോ. ഒന്നും കൂടി അന്വേഷിപ്പോൾ ഞങ്ങൾ പറഞ്ഞു തിരിച്ചു പോകണം, കാരണം പറ്റില്ല എന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങളടുത്ത് തൊട്ടടുത്തുകാരൻ ഒരു വണ്ടിക്കാരൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ഇപ്പൊ തന്നെ തുറക്കും, റിവേഴ്സ് നിർത്തിക്കോളാം. ഞങ്ങൾ റിവേഴ്സ് വെച്ചില്ല, ഞങ്ങൾ മുന്നോട്ടായി പോയിട്ടോ. മുന്നോട്ടായി പോയപ്പോ ഞങ്ങൾക്ക് പിന്നെ അത് റിവേഴ്സ് എടുക്കാൻ പറ്റൂല. റോങ് സൈഡ് കയറി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി പോയി യൂട്ടേൺ എടുത്ത് വന്നപ്പോ സംഭവം ഓപ്പൺ ആയിട്ടോ. പിന്നെ എനിക്ക് ഇന്നലത്തെ പോലീസുകാർ ഒരു തരം എന്താ പറയാ, ഒരു നമ്മള് വേറൊരു സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോടൊന്ന് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നമ്മളോടൊന്ന് പറയാം ഇങ്ങനെതാണ് എന്നൊന്ന് പറയാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാര്യം പറഞ്ഞു, നിങ്ങൾ മാറ്റി നിർത്താൻ പറഞ്ഞു. പക്ഷെ ഇന്നലെ നിർത്തിയെടുത്തൊന്നും മാറ്റിക്കൊണ്ട് പോകാനൊന്നും പറഞ്ഞില്ല അല്ലെ. പക്ഷെ ഞാൻ താഴെ ഒരു കടയിൽ ചോദിച്ചപ്പോ എന്താ പറഞ്ഞറിയാം, താഴെ കടയിൽ ചോദിച്ചപ്പോ പറയാ നാളെ 4 മണിക്കേ തുറക്കുള്ളൂ. അതായത് കാറുകളൊക്കെ ഇന്ന് വിടും,
കാറ് ബൈക്ക് അതൊന്നും കുഴപ്പമില്ല, പക്ഷെ ലോറിക്കാരെ നാളെ ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിന്നാ പറഞ്ഞത്. ടാറിങ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ടാറിങ് അല്ല, അത് മൊത്തം സീനായിരുന്നു. ഗൂഗിളിൽ കണ്ടില്ലേ, റോഡേ ഇല്ലായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യത. നമ്മുടെ വയനാടൻ ചുരത്തിന് പോകുന്നില്ലേ, അത്രയും തന്നെ ഉള്ളൂ. ഇതും ചുരം തന്നെയാ. പിന്നല്ലാണ്ട് ആ താഴേക്കൊന്ന് നോക്കൂ. താഴേക്ക് നോക്കും എന്താണ് അവിടെ കാണട്ടെ. അവിടെ കുറെ ബിൽഡിങ്ങുകളുണ്ട്. നമ്മൾ ആ മേളിലേക്കാണ് വഴികൾ കണ്ടോ? ഓ, അവിടെ വലിയ വലിയ വഴിയൊക്കെ ഉണ്ട് താവട്ടും. എവിടെ അത് കണ്ടോ, വെളിയിൽ നിന്നുള്ള വഴികള്. ആ വഴിയൊക്കെ നമ്മൾ കേറണല്ലേ, എങ്കിലേ മഞ്ഞുമല കാണാൻ പറ്റും. എന്തായാലും നമുക്ക് പോവാം. ഇത്രയും ദിവസം നമ്മള് കണ്ടുകൊണ്ടിരുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫുള്ള് ഇലയില്ലാത്ത കൊമ്പും കമ്പുകളും മാത്രം. ഇപ്പൊ നോക്കിയേ, നല്ല പച്ചപ്പും ഹരിതാപവും ഊഷ്മളം എന്നൊക്കെ പറയുന്നതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ അല്ലേ. ഇത് മറ്റേ ചൂളക്കാറ്റാടി പോലത്തെ മരമല്ലേ? രണ്ട് സൈഡിലും എന്നാലും ചൂളക്കാറ്റാടി അല്ലാത്ത മരങ്ങൾക്കും ഫുൾ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് എങ്ങോട്ടാ പോണത്? ശ്രീനഗർ മാത്രല്ല, അങ്ങനെ പറയരുത്. അതായത് ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വർഗം. ഇന്ത്യയിലെ അല്ല, മൊത്തത്തിലുള്ളൊരു സ്വർഗമാണ്. കാരണം അങ്ങനെ ഭയങ്കര ഭംഗിയാന്നാ പറയുന്നത്. നമ്മള് കണ്ടിട്ടില്ല. ഓരോരുത്തരും പറയുന്നു. അതെ, പോയി നോക്കാം. അതെ, അവിടെ എന്താ നമ്മളെ കാത്തിരിക്കുന്നത്. ഇന്നലെ ശരിക്കും ബ്ലോക്ക് ആയപ്പോണ്ടല്ലോ, ഭയങ്കര ഇതായിപ്പോയി. ഇനി ആ ലോറികൾ എന്തോരം അവിടെ കിടക്കുന്നതല്ലേ, അവർക്കാണ് കഷ്ടപ്പാട്. നമുക്കിപ്പോ ഒരു ദിവസം അങ്ങനെ ഒരു ബ്ലോക്ക് ആയെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത റൂം എടുക്കുന്നു, ഉറങ്ങി തീർക്കുന്നു, അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ തീർക്കുന്നു അങ്ങനെ. പക്ഷെ ലോറിക്കാരെന്തി നമ്മളാ ഒരു ചേട്ടനെ പരിചയപ്പെട്ടില്ലേ, തമിഴ്നാട്ടുകാരൻ. പുള്ളി പൊങ്കൽ കഴിഞ്ഞപ്പോ നാട്ടിൽ നിന്ന് ഇറങ്ങി. പൊങ്കലിന് നമ്മൾ എവിടെയാണെന്നറിയോ? മൂന്നാറ്. അതും കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി. എന്താ ചെയ്യാലേ, ഫാമിലിയും കാര്യങ്ങളൊന്നും ഒന്നും കാണാനൊന്നും പറ്റില്ല. പിള്ളേരെയൊക്കെ ചെറിയ കൊച്ചൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് ഇനി ആപ്പിൾ എടുത്തിട്ട് വേണമെന്ന് പോവാൻ. അപ്പൊ ആപ്പിളിന്റെ സീസണും അല്ലല്ലോ ഇത്. അല്ല, ഇപ്പൊ അവിടെ ഓരോ ഓഫ് സീസണിൽ കിട്ടുന്ന ആപ്പിൾ ഉണ്ടോ നമുക്ക് അറിയില്ല. നോക്കാം നമുക്ക്. അങ്ങനെ അടുത്തൊരു ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടു. അതായത് ആ സൈഡിൽ കൂടിയായിരുന്നു വണ്ടികൾ. അവിടെ പെരും ബ്ലോക്കാന്ന് പറഞ്ഞ് പട്ടാളക്കാർ ഞങ്ങളെ ഈ വഴി കയറ്റി വിട്ടു കേട്ടോ. ഈ വഴി കയറി വന്നപ്പോഴും അതേ സ്ഥിതി, മുമ്പിലേക്ക് ഫുള്ള് ബ്ലോക്ക്. അൻസിയെ, ആ ഗ്യാസൊക്കെ എടുത്ത് കഞ്ഞി ഉണ്ടാക്കിയാലോ? എന്നിട്ട് ഇവിടെ അല്ല, നമുക്ക് കേരള ചോറ് എന്ന് പറയാം. അല്ല, കേരള റൈസ് എന്ന് പറയാം. ചോറെന്ന് പറഞ്ഞാൽ പണി കിട്ടും. എന്തായാലും ഫുള്ള് വണ്ടികളാട്ടോ അവിടെയൊക്കെ. നമ്മുടെ ബേക്കിലേക്കൊക്കെ ഫുള്ള് വണ്ടിയാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം വല്ലതും നടക്കുമെന്ന്. അങ്ങനെ ആ ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷേ അവിടെ നമ്മളൊരു 1 മണിക്കൂർ നിന്നു അല്ലേ? 1 മണിക്കൂറിന്റെ അടുത്ത് നമ്മൾ നിന്നു അവിടെ. എന്നാലും ഈ വാലി എങ്ങനെ ഉണ്ടോ? താഴേക്ക് നോക്കി നോക്കാൻ അവിടെ പക്ഷെ ഒരു വലിയ പുഴ എന്തോ ആണ്. പക്ഷെ താഴെ കൂടെ ഒഴുകുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല കേട്ടോ. പക്ഷെ പേരിഞ്ചാതി ചൂടാട്ടോ, ചൂടാട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. ഇത്രയും ദിവസം സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു, ഇപ്പൊ സഹിക്കാൻ പറ്റാത്ത ചൂടായിട്ട്. പക്ഷെ മേളിലേക്കെല്ലാം അത് മാറിക്കോളും. -6 കാണിക്കുന്നത്, മേളിലല്ല ലേയിലൊക്കെ. അപ്പൊ സെറ്ററൊക്കെ ഇട്ടിരുന്നു, വെറുതെ നമുക്ക് പോവാല്ലേ. എന്തായാലും മഞ്ഞ് കാണണം എന്ന് ആഗ്രഹിച്ചു വന്ന് നമുക്ക് ഒരു കഷ്ണം മഞ്ഞ് പോലും കിട്ടിയില്ലല്ലോ. അങ്ങകലെ മഞ്ഞുകൾ കണ്ടിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ പമ്പിന്ന് ഫുള്ള് എണ്ണ അടിച്ചു കേട്ടോ. കാരണം നമുക്ക് ശ്രീനഗർ വരെ ശരിക്കും പേടിക്കണ്ട, ഇഷ്ടംപോലെ പമ്പുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഇന്ത്യനും ഭാരതവും രണ്ടും ഒരുമിച്ചല്ലേ. പക്ഷെ ഇത് കണ്ടോ, അതിന്റെ മേളുഭാഗം ഇരിക്കുന്നതാണ് കാണണ്ടേ. നമ്മളിപ്പോ കേറിയ പമ്പില്ലേ, അവിടെയൊക്കെ ഇന്നലെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അത് ഇടിഞ്ഞിട്ട് പോരി മാറ്റിയതേ ഉള്ളൂ. ഇതുണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ. ശരിക്കും ഇത് ഭയങ്കര ഡേഞ്ചർ അല്ലേ, സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാലും പേടിക്കണം. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അതുണ്ട്. പട്ടാളക്കാരുടെ ഒരു ക്യാമ്പ് പോലെ കണ്ടോ. ഇവിടെ എവിടെ നമുക്ക് പുറത്ത് വണ്ടി നിർത്താൻ പറ്റില്ല. ഇല്ല, നിർത്തി അപ്പം അവര് പൊക്കും നമ്മളെ. അല്ല, ഇവരുടെ ഉദ്യോഗസ്ഥരാണ്, ഇവര് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് നിർത്തരുത്. അതെ, അതുണ്ടല്ലേ പാറയൊക്കെ എങ്ങനെ ഇരിക്കണേന്ന്. എനിക്ക് വണ്ടികളൊക്കെ പോകുമ്പോഴാണ് ചില സമയത്ത് പേടിയാവുക. ചിലമാരൊക്കെ തിരക്കെന്ന് പറഞ്ഞാലേ. അത് മാത്രല്ല, വണ്ടി അങ്ങോട്ട് വെറുതെ ഇട്ടില്ല, അറ്റത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ സൈഡിലേക്ക്, എന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തി കണ്ടോ. ബേക്കിലാണെങ്കിൽ നിരനിരയായിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോമഡിയാണ്. കാരണം മേളിൽ നിന്ന് സാധനം ഇറക്കണം ആ ബസ്സിന്, അതാണ്. അതെ. അങ്ങനെ ഞങ്ങൾ അടുത്ത ബ്ലോക്കിൽ പെട്ടു കേട്ടോ. പക്ഷെ ബ്ലോക്കിൽ പെട്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങറ്റത്ത് ചെറുതായിട്ട് മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
ആ മലകൾ മൊത്തം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് ചെറുതായിട്ട് ഉപകാരം എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ബ്ലോക്ക് ആയ അന്നേരം ചേട്ടന്മാര് വെറുതെ അല്ല കച്ചവടക്കാര് വരും. വെള്ളം അത് ഫ്രൂട്ട്സ് കാര്യം വെള്ളമൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതുണ്ടോ ഇങ്ങനെയാണ് കേട്ടോ. അവിടെയൊക്കെ കുറച്ച് 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 മഞ്ഞൾ ഇങ്ങനെ കാണാം. മേളിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്ന പോലെ അല്ലേ, ആകാശം പോലെ തോന്നുന്നല്ലേ. പക്ഷെ മഞ്ഞാണ്. മരം ഉണ്ടാ കൂടെ, അതാ നമുക്ക് മനസ്സിലാവാത്ത. വയനാട്ടുകാരാണ് കേട്ടോ. വയനാട്ടുകാരല്ല, അല്ല കേരളക്കാരാണ് കേട്ടോ. ഫുള്ള് ഒരു വണ്ടി ഫുള്ള് ആൾക്കാരല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ അവരോട്. പുള്ളി കണ്ടില്ല, പയ്യന്മാര് കണ്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഈ ടോൾ ബൂത്തിന്റെ ആയിരുന്നു കേട്ടോ ഇത്രയും ഈ തിരക്ക്. ഈ ടോൾ ബൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു ടണൽ തുടങ്ങും ചേട്ടേ. അങ്ങനെ എന്തോ കാണിക്കുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു. അതിന്റെ ആയിരുന്നു ഈ തിരക്ക് ഇത്രയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ, ആ ടണലിലേക്കാണ് നമ്മൾ കേറുന്നത്. ഇത് പക്ഷേ മാപ്പിൽ കാണിക്കുന്നത് നല്ല നീട്ടത്തിലാണ്, വലിയ ടണലാന്നാണ് കാണിക്കുന്നത്. കിലോമീറ്റർ എഴുതിയിട്ടുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി ടണൽ അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. എത്ര കിലോമീറ്റർ ആണ് എഴുതിയിട്ടില്ല അല്ലേ, സാർ അങ്ങനെ എഴുതില്ലേ? ചില സ്ഥലത്ത് അങ്ങനെ എഴുതാറുണ്ട്. വലിയതാണല്ലേ, അടിപൊളി സൗണ്ട് അല്ലേ. ബസ് പോകുന്ന അല്ല, ലോറി പോകുന്നതിന്റെ സൗണ്ട് അല്ലേ, കൊള്ളാം. അത് മാത്രല്ല, ഇവിടെ ആ എക്സ്ഹോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ സൗണ്ടാ. അമ്മ ഇത് കൊറേ ഉണ്ടല്ലോ. ഇത് വലിയ ടണലാ തോന്നുന്നു. ലൈറ്റ് ഇട്ടാലോ? ലൈറ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ബേക്കിലൊക്കെ വരുന്നവർക്ക് വല്ല ലൈറ്റ് ഒക്കെ ഇട്ടോളൂ, ഇല്ലെങ്കിൽ നമ്മളെ മൂട്ടി വന്ന് അവര് ഇടിക്കും. അതെ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഈ തുരങ്കം കഴിഞ്ഞു കേട്ടോ. 8 കിലോമീറ്റർ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. 8.something ഉണ്ടായിരുന്നു. വെളിച്ചം കണ്ടപ്പോ ഒരു സമാധാനം. എന്റെ അമ്മോ, വെട്ടം കണ്ടപ്പോ ഒരു പ്രത്യേകത അല്ലേ. അപ്പൊ പണ്ട് ഇതില് റോഡ് എത്ര ഉണ്ടായിരുന്നായിരിക്കും? ദൂരം ദൂരം. ഇവിടെ വണ്ടികള് തടഞ്ഞേക്കുന്നുണ്ടോ അങ്ങോട്ട് പോകാതിരിക്കാൻ? എന്തായിരിക്കും അത്, ബ്ലോക്കും തിരക്കും ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ അടുത്ത ബ്ലോക്കിൽ പെട്ടു കേട്ടോ. വൻ ബ്ലോക്കാണ്. കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ 7:45 എത്തും എന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ ബ്ലോക്ക് ഈ ടോ അറിയാണ്ട് വരുന്നതാണ്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബ്ലോക്ക് ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങി കേട്ടോ. ആ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് വണ്ടികൾ ചെറുതായിട്ടൊന്ന് അനങ്ങാൻ തുടങ്ങി. പക്ഷെ വേറെ കാര്യം ഞാൻ പറയാം, ഈ സ്ഥിതിയാണ് രാവിലെ ആവുന്നെങ്കിൽ നമ്മൾ എത്തുമായിരിക്കും അല്ലേ? അതൊരു കാര്യം, നാളെ രാവിലെ നമുക്ക് എത്തിയാൽ മതി. 8 മണി പറയുന്നത് മിക്കവാറും നാളെ ആവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ. ഈ സ്ഥിതിയാണ്. കച്ചവടക്കാര് വരുന്നു, അവർക്കും വെള്ളത്തിന്റെ ആൾക്കാർക്കൊക്കെ വണ്ടിക്കാര് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കൂടുതൽ. വെറുതെ ആ സൈഡിൽ കൂടി ഈ സൈഡിൽ കൂടി ഒക്കെ കേറി വന്ന് വെറുതെ ബ്ലോക്ക് കണ്ടാലും അവർക്ക് തിരക്കാണ്. ഈ സൈഡിൽ കൂടി ഒക്കെ എടുത്തുകൊണ്ട് എന്താ ആവശ്യമുള്ളത്? അത് റോഡ് പോലും ഇല്ല അവിടെ, അതാണ് ചിന്തിക്കണ്ടേ. നമ്മളിങ്ങനെ പറയല, ഇനി പോകും ലാസ്റ്റ് നമ്മള് ശശിക്കണം. അങ്ങ് അറ്റത്ത് കുറച്ച് മഞ്ഞൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ അത് കണ്ട് എനിക്ക് ആ മഞ്ഞ് കാണുന്ന കൊതി തീർന്ന പോലെയായി ഈ ബ്ലോക്കിൽ കിടന്ന്. ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് കേട്ടെ. അപ്പൊ ഇന്നലത്തെ ബ്ലോക്കിന്റെ കാരണങ്ങൾ ഇതെല്ലാം ആണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ഇഷ്ടമാതിരി വണ്ടികളാണ്. വണ്ടികളല്ല, അവിടുന്ന് മേളിൽ നിന്ന് ഇടിഞ്ഞു വീണേക്കുന്ന ഗ്ലാസ് മൊത്തം പൊടിയല്ലേ. പൊടിയാണ്. ഇവിടുന്ന് അങ്ങടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ടല്ലേ, അതാണ് സംഭവം. ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് പൊട്ടിയായിട്ടുണ്ടല്ലോ. മാതിരി വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പക്ഷെ ആ 4-3 വണ്ടി ചുരുങ്ങി ഒന്നായി ഒറ്റ വഴി. പണി പാളിയാണ്, നമുക്ക് പോകാനും പറ്റില്ല. നമ്മള് നടുക്കായി പോവും, നമ്മള് മര്യാദക്കുള്ള വഴിയിലായിരിക്കും. പിന്നെ ഇവന്മാരെ നമ്മളെ അങ്ങടാക്കി ഇങ്ങടാക്കി നമ്മൾ ഒരു വഴിയില് ഏതെങ്കിലും ഒരു വഴി പെട്ടുപോകും. എന്തായാലും പോവാം. ഇതാണ് കേട്ടോ വഴീന്റെ അവസ്ഥ. ഇവിടെയാണ് ഇന്നലെ മണ്ണിടിച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇതുണ്ടോ, ഇടിഞ്ഞിങ്ങ് പോന്നേക്കും കേട്ടോ. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വണ്ടികൾ പോകുന്നുണ്ടല്ലേ. ഈ സൈഡ് നല്ല ചെളി, അപ്പുറത്തെ സൈഡ് കുഴപ്പമില്ല, ഉണങ്ങി കിടക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഈ സൈഡല്ലേ വന്ന് ഇങ്ങോട്ട് പൊട്ടി വന്നേക്കുന്നേ, അതിന്റെ പ്രശ്നങ്ങളാണ്. ജനങ്ങൾ തന്നെ ഇറങ്ങി റോഡ് ക്ലിയർ ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും പോകില്ല. അതെന്താ വേറെ പ്രശ്നം, ഇങ്ങനെ ഒരു ബ്ലോക്ക് കണ്ട് അന്നേരം കുത്തിക്കയറ്റി വരുവാ സൈഡിൽ കൂടി.
ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഇതിലേയും കയറാൻ നിന്നില്ല, ഞങ്ങൾ അങ്ങനെ നേരെ പിടിച്ചു. അതുകൊണ്ട് നമ്മള് ബ്ലോക്കിൽ അത് പെട്ടില്ലല്ലേ? അല്ല ബ്ലോക്കിൽ പെട്ടില്ലെന്നല്ല, സീനില്ലാണ്ട് അങ്ങ് പോരുന്നുണ്ട്. അതെ, നോക്കി പോവാ നമുക്ക്. ഞങ്ങളുടെ കുട്ടി സബ്സ്ക്രൈബർ ആട്ടോ, ഞങ്ങളുടെ പുറകില് ഇരുന്ന് വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെയും ചെറുതായിട്ടൊക്കെ ഒന്ന് അനങ്ങി തുടങ്ങി കേട്ടോ. ആ പയ്യന്റെ പപ്പയൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി ഇല്ല. അതായത് അവന് ആ ചെറുക്കനില്ലേ, ആ പയ്യനും ഇതേപോലെ ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു വണ്ടിയൊക്കെ ഇതേപോലെ സെറ്റപ്പ് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. കുഞ്ഞു കൊച്ചിനോ? അപ്പൊ നമ്മളെ പെട്ടെന്ന് കണ്ടപ്പോ സന്തോഷായി, ഒരു കൗതുകം, അങ്ങനെ ഓടി വന്നതാ. ഓ, നമ്മുടെ ബാക്കിലിരുന്ന് നമ്മുടെ വീഡിയോ ഏതോ ഒരു വണ്ടിയിലിരുന്ന് കാണുമായിരുന്നു അല്ലേ? നമ്മുടെ തൊട്ട് ബാക്കിലുണ്ട്. ആണോ? അവര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ അല്ലേ നമ്മൾ പോകുന്ന വഴിക്ക്. ബ്ലോക്ക് ആണെങ്കിലും ചെറിയ ചെറിയൊരു സന്തോഷം. അതെ, അത്രേ ഉള്ളൂ.